കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നത്. സഹോദരിയുടെ ഫോൺ സഹോദരൻ എറിഞ്ഞു പൊട്ടിക്കുന്നു. അതിനുശേഷം സഹോദരി അതിൽ മനംനൊന്ത് അടുത്തുള്ള ഒരു കിണറ്റിലേക്ക് ചാടുകയാണ്. അപ്പോൾ ആ സഹോദരൻ അതിനോടൊപ്പം ചാടുന്നുണ്ട്, രക്ഷിക്കാനായിട്ട് ചാടുന്നതാണ്. പക്ഷെ രണ്ടുപേരെയും ജീവൻ നഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്തായിട്ട് പല കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട്. അതും കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. കുട്ടികളും മുതിർന്നവരാണെങ്കിലും കൂടി ഒരു ഫോൺ അഡിക്ഷൻ ലെവൽ നമ്മുടെ ഒരു സമൂഹത്തിൽ കൂടി വരുന്നില്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാം, കോവിഡിന് ശേഷം എല്ലാ ആളുകളുടെ കയ്യിലേക്കും ഫോണിലെത്തി. അതായത് കോവിഡ് ആയ സമയത്ത് ആർക്കും വെളിയിലേക്ക് പോകാൻ കഴിയാത്ത സമയത്ത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ എക്കോസിസ്റ്റം ഇല്ലാത്തൊരു സമയത്ത് എല്ലാവരും ഫോണിലൂടെയായിരുന്നു അവർ ആ എക്കോസിസ്റ്റം നിലനിർത്തിയിരുന്നത്. മറ്റുള്ളവരുമായി സംസാരിക്കുന്നു, അവരുമായി കോണ്ടാക്ട് ചെയ്യുന്നു, എല്ലാം ഫോൺ യൂസ് ചെയ്തിട്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ അടുത്ത് വരെ ഫോൺ എത്തിയത് കോവിഡിന് ശേഷമാണ്. നമുക്ക് കണ്ടതാണ്. സ്കൂളിലെ ക്ലാസ്സുകൾ വരെ ഓൺലൈൻ ക്ലാസ്സുകളായി മാറി, അത് ഫോണിലേക്ക് മാറുന്ന രീതിയിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമുക്ക് നിരവധി ഈ രീതിയിലുള്ള കേസുകൾ കാണാൻ കഴിയും. കാരണം എല്ലാവരും ഫോണിന് അഡിക്റ്റഡായി. നമ്മുടെ അച്ഛനമ്മമാർ പോലും, അതായത് നമ്മളെ കുറ്റം പറഞ്ഞിരുന്ന നമ്മുടെ അച്ഛനമ്മമാർ പോലും ഇന്ന് ഫോണില്ലാതെ കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അതായത് 10 മണിയായാലും 12 മണിയായാലും ഫോണിൽ നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാർ ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെയൊക്കെ ഒരു കുറച്ച് കാലം മുമ്പിട്ട് നമ്മളൊക്കെ ഫോണിൽ നോക്കിയായിരുന്നു. ഒരു 10 മണിക്ക് ശേഷം ഫോൺ നോക്കിയിരുന്നാൽ നമ്മളെയെല്ലാം വഴക്ക് പറഞ്ഞിരുന്ന നമ്മുടെ അച്ഛനമ്മമാർ വരെ ഇപ്പോൾ 12 മണിക്ക് 1 മണി വരെ ഫോണിൽ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അതൊരിക്കലും അവരെയും കുറ്റം പറയാൻ കഴിയില്ല, ആരെയും കുറ്റം പറയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഈ ഫോണിന്റെ എല്ലാം അൽഗോരിതം, അല്ലെങ്കിൽ ആ ഫോണിനകത്തുള്ള പല ആപ്ലിക്കേഷനുകളുടെയും അൽഗോരിതം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാം. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. കാരണം 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് വരെയുള്ള വീഡിയോകളായിരിക്കും. നമ്മൾ അപ്പം ഓരോ വീഡിയോയും സ്കിപ്പ് ചെയ്ത് ചില വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ വരും. നമുക്ക് ആ സമയത്ത് എന്താണോ കാണാൻ ഇഷ്ടപ്പെട്ട ആ രീതിയിലുള്ള കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കും. അത് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഫോണിൽ നിന്നും മാറത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് എന്നൊരു കേസ് കണ്ടതാണ്. ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വെച്ചതിന് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ സ്വന്തം അധ്യാപകരുടെ മുഖത്ത് നോക്കി നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കുട്ടി. അപ്പൊ ഇതേപോലെ നിരവധി കുട്ടികൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. പല കുട്ടികളോടും സ്കൂളിൽ എന്താണ് ഒരു മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് പബ്ലിക് റെസ്പോൺസ് പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും പറയുന്നൊരു കാര്യം, ഫോണ് സ്കൂളുകൾ ഉപയോഗിക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ആ ഒരു അല്ല. കഴിഞ്ഞ ദിവസം ഒരു കേസ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പാനിക്കായ ഒരു സംഭവമായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഥമ അധ്യാപക ഈ ഫോൺ വാങ്ങിച്ചു വെച്ചു. സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നത്, അത് ഫോൺ പിടിച്ചു അമ്മയുടെ ഫോണായിരുന്നു ആ കുട്ടിയുടെ, അത് വാങ്ങിച്ച് സ്കൂളിൽ വെച്ചു. അതിൽ പേടിച്ച് ആ കുട്ടി മാറി നിന്നതായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷമാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നത്. ആ നാട്ടുകാരും പോലീസും രക്ഷകർത്താക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് തെരഞ്ഞാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അതിൽ പേടിച്ച് ആ കുട്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ തന്നെയാണ് പലപ്പോഴും പല വിഷയങ്ങൾക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോൺ യൂസ് ചെയ്ത്, അതായത് അൺലിമിറ്റഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേഷ്യൻസ് ലെവൽ വളരെയധികം കുറവായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് കിട്ടുന്നിടം വരെ, ചെറിയ കണ്ടന്റ് ആണെങ്കിൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതനുസരിച്ച് നമ്മുടെ ഡോപ്പമിൻ അത്രത്തോളം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അത്രയും പീക്ക് ലെവലിൽ ഡോപ്പമിൻ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആങ്കർ വരും. ഈ ആങ്കറാണ് വിഷയം. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ബോധവും ഉണ്ടാകത്തില്ല. ഇപ്പോഴത്തെ പല മാതാപിതാക്കളും ചെയ്യുന്നൊരു കാര്യം, കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനാണെങ്കിലും ആദ്യം തന്നെ ഫോണിൽ കാർട്ടൂണുകൾ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഫോണായിരിക്കും വെച്ചു കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ഫുഡ് കഴിപ്പിക്കുന്ന ഈ ഒരു ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ ഒരു ഫോണിന്റെ അഡിക്ഷൻ ലെവലിലേക്ക് പോവുകയാണ്. പണ്ടൊക്കെ ടിവിയിലെ ഒരുപാട് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടി വി കാണാൻ ഒരുപാട് നേരം ചെലവഴിക്കുന്ന കുട്ടികൾ ഇപ്പോൾ കൂടുതലായിട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൂടുതലും കോവിഡ് വന്നതിന് ശേഷം തന്നെയാണ് കുട്ടികൾ ഈ ഒരു ഫോൺ അഡിക്ഷൻ ലെവലിലേക്ക് പോയതും. ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ ആയതുകൊണ്ട് എല്ലാവരും ഫോണിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഇരിക്കുന്നത് പോലെ 2, 3, 4 മണിക്കൂറുകളൊക്കെ ഈ ഒരു ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ആ ഒരു അഡിക്ഷൻ ലെവൽ കൂടിയതിന്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം അധ്യാപകരെക്കാട്ടിലും അവരുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. കാരണം വീട്ടിൽ നിന്ന് ഈ ഒരു ഫോൺ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അധികം സമയം ഉപയോഗിക്കില്ല, അവരെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കുക, മറ്റെന്തെങ്കിലും ഹോബീസ് ആണെങ്കിലും അതിലൊക്കെ പ്രൊമോട്ട് ചെയ്യുകയല്ല നമ്മുടെ മാതാപിതാക്കൾ വേണ്ടത്. കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ എപ്പോഴും കൺട്രോൾ രക്ഷകർത്താക്കളുടെ കയ്യിൽ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. കാരണം എപ്പോഴും മറ്റൊരാളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരു പരിധി വരെ അത് നോക്കി നിൽക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ആ പരിധിയും ലംഘിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ആ ഫോൺ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പുറം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്സ് ഒക്കെ ആണെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇവർ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടുകളിലൂടെ ആയിരിക്കും പല കുട്ടികളും കയറുന്നത്.
അപ്പൊ അവർക്ക് അവരുടെ ഫീൽഡിൽ വരുന്ന പല കാര്യങ്ങളും വേറെ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ കാണേണ്ട കാര്യങ്ങളായിരിക്കില്ല. അതെ, ഒന്നാലോചിച്ച് നോക്കൂ. പഴയ കാലത്തെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകളായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കഥകൾ വെച്ചിട്ടുള്ള അറിവുകളായിരുന്നു, അല്ലെങ്കിൽ TV കണ്ടുള്ള അറിവുകളായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു അറിവുമില്ല ഒന്നിനെ പറ്റിയും. ഇന്ന് അങ്ങനെയല്ല. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും കുട്ടികൾക്ക് അറിവുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയ ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ലോകത്തില്ലാത്ത കണ്ടന്റുകളില്ല. എല്ലാ കണ്ടന്റുകളും ചിലപ്പോൾ വർഗീയ കണ്ടന്റുകളാക്കാം, അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള കണ്ടന്റുകൾ, ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരവധിയാണ്. അപ്പൊ ആ കണ്ടന്റുകൾ അവർ അബ്സോർവ് ചെയ്യുകയും അവർ കൂടുതൽ കാണുന്ന ഈ മാസ്, അടി, ഇടി അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവരെ അത് അക്സെപ്റ്റ് ചെയ്യും, സ്വന്തം ലൈഫിലേക്ക് അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെ, ഇതാണ് റിയാലിറ്റി എന്ന ചിന്താഗതി പല കുട്ടികളുടെയും ഉള്ളിൽ ഉണ്ടാകാം. ചെറുപ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ പല കോണ്ടന്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണെങ്കിലും ലഹരിയാണ്, എല്ലാ കാര്യങ്ങളും ഇവർ വിചാരിക്കും ഇത് ഈ പ്രായത്തിൽ വേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇതാണ് ഏറ്റവും എൻജോയ് ചെയ്യേണ്ടതെന്നൊരു തെറ്റിദ്ധാരണ കുട്ടികളിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടയാണ് ഒരു സ്കൂളില് ഒരു കുട്ടീനെ റാഗ് എന്നല്ല, ആ ഒരു കുട്ടികൾ തന്നെ വിവസ്ത്രനാക്കി ആ ഒരു വീഡിയോ എടുത്ത് അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത്, ഗ്രൂപ്പായിട്ടുള്ള അക്കൗണ്ടിൽ. അത് സ്കൂൾ കുട്ടികളാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കുട്ടി, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും. ഇവർ ഈ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കൂടി കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ സാധനം എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞെത്തും എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടികളൊന്നും മനസ്സിലാക്കുന്നില്ല. ഇവരുടെ വിചാരം ഇത് ഇങ്ങനെ കണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഡിലീറ്റ് ആക്കിയത് പോകുമെന്നാണ്. പലർക്കും ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഒരു ഫോൺ അഡിക്ഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മാതാപിതാക്കൾ, നമ്മളിപ്പോ ലഹരി ആണെങ്കിൽ പോലും നമ്മൾ പറയും ലഹരി നാടിനെതിരായിട്ടുള്ള വലിയ വിപത്താണ്, വലിയ രീതിയിലുള്ള നമ്മൾ ലഹരിയെ കുറിച്ചൊക്കെ പറയും. പക്ഷേ ഈ ലഹരി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? നല്ല ഡോപ്പമിൻ ഉണ്ടാവും. ആ ഡോപ്പമിൻ റീച്ച് ആവുന്ന സമയത്തായിരിക്കും നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആങ്കർ ഉണ്ടായി നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതേ കാര്യം തന്നെയാണ് ഈ ഫോൺ യൂസ് ചെയ്ത് നമ്മൾ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകാൻ പോകുന്നത്. അപ്പോഴും നമുക്ക് വരാൻ പോകുന്ന ആങ്കറാണ്. ഈ ആങ്കറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലെ ആ കുട്ടിയുടെ കേസ് തന്നെ, ആ ഫോൺ പൊട്ടിച്ചു എന്നൊരു പ്രശ്നം കൊണ്ടാണ് അത് പോയി കിണറിലേക്ക് ചാടുന്നത്. കാരണം ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഫോൺ ഇല്ലെങ്കിൽ ഒരു ജീവിതം. ആ കുട്ടികൾക്ക് വരുന്നത് ഈ ആങ്കർ വരുമ്പോൾ അത് ഇമോഷണലി ആണ് ആങ്കർ വരുന്നതെങ്കിൽ അത് അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരാളോടാണെങ്കിൽ അവർ ഇമോഷണലി അത് കൺട്രോൾ ചെയ്യാൻ നോക്കും. അവർ ചിലപ്പോൾ അവരെ സ്വയം ഉപദ്രവിച്ചു, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്ന രീതിയിലേക്ക് പോകും. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടായിരിക്കും അവർ ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിച്ചതെന്ന് അവർക്കും മനസ്സിലാകത്തില്ല, ബാക്കിയുള്ളവർക്കും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ഒരാളുടെ ഒരു കുട്ടിയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചായിരിക്കാം. അപ്പൊ ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. അതായത് അത്രയും ഡോപ്പമിനായിട്ട് അത്രയും എൻജോയ്മെന്റിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ആ എൻജോയ്മെന്റ് മൊത്തം ഒരാൾ തട്ടിപ്പറിക്കുമ്പോൾ താങ്കൾക്കൊന്നും ചെയ്യാനില്ല, ഇനി ഞാൻ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു രീതിയിലേക്ക് പലരും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, ആ ഒരു രീതിയിലേക്ക് ഒരു അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ രക്ഷകർത്താക്കൾ ഫോൺ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളും സ്വാഭാവികമായി ഉപയോഗിക്കും. അതെ. അപ്പൊ നമ്മുടെ രക്ഷിതാക്കളാണ് കുറെ കൂടി ശ്രദ്ധിക്കേണ്ടത്. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും കൂടി ഒരു കൂടുതൽ ടൈമും നമ്മൾ ആ ഫോണിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ കുട്ടികളും ഓൾറെഡി ഒരു ഫോൺ അഡിക്ഷൻ ലെവലിലേക്ക് പോകും. എന്ത് തന്നെയാണെങ്കിലും ഇതൊന്നുമല്ല റിയാലിറ്റി എന്ന് ഇവരെല്ലാം മനസ്സിലാക്കട്ടെ.